ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ തന്നെ ഇതുവരയ്ക്ക് ആരും ഉണ്ടാക്കി കാണിക്കാത്ത ഒരു സാധനം ഉണ്ടാക്കി കാണിക്കാനാണ് കേട്ടോ. ഒരു അടിപൊളി ഡിഷാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം, വീഡിയോ കാണണം, സപ്പോർട്ട് തരണം, എല്ലാ സപ്പോർട്ട് തരണം കേട്ടോ. അത്രയും നല്ല അടിപൊളി സാധനം ഇതുവരയ്ക്ക് ആരും ഉണ്ടാക്കിയിട്ടില്ല. പലതരത്തിൽ വേറെ മാതിരിയൊക്കെ ആൾക്കാരുണ്ടാക്കിയിട്ടുണ്ട്. ഈ സാധനം വെച്ചിട്ട് ഇതുവരയ്ക്ക് ആരും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതെന്താന്ന് കാണാം, വീഡിയോയിലേക്ക് പോവാട്ടോ. അപ്പം ഞാൻ പറഞ്ഞ ആരും ഇതുവരെ ഉണ്ടാക്കി കാണിക്കാത്ത ഒരു സാധനം എന്ന് പറഞ്ഞില്ലേ, അതെന്താന്ന് നോക്കാം കേട്ടോ. അത് ബീഫാണ് കേട്ടോ. ബീഫും ചക്കരക്കിഴങ്ങും ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടില്ല. ബീഫും ചക്കരക്കിഴങ്ങും എല്ലാവരും ബീഫും പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്, ബീഫും കപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്, ബീഫും കായ ഉണ്ടാക്കിയിട്ടുണ്ട്, ബീഫും കൂർക്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ചക്കരക്കിഴങ്ങ് ആരും ഇതുവരെ കാണിച്ചിട്ടില്ല. ഞാൻ ഉണ്ടാക്കി കാണിക്കണത് ബീഫും ചക്കരക്കിഴങ്ങും. അടിപൊളി ടേസ്റ്റാവും കേട്ടോ. ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിക്കാം മുഴുവനായിട്ട്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ബീഫ് നല്ല കഴുകി മഞ്ഞളും ഉപ്പും തിരുമ്പി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ അതിൽ നല്ല തിരുമ്മി പിടിപ്പിക്കണം. സവാള, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലകളൊക്കെ ബീഫ് വേവിക്കണം. ആദ്യം ബീഫ് വേവിച്ചിട്ട് കുറച്ചൊരു 3/4 വേവാകുമ്പോൾ നമുക്ക് ചക്കരക്കിഴങ്ങ് ഇട്ടാൽ മതി. ചക്കരക്കിഴങ്ങ് പെട്ടെന്ന് വേവില്ല. അപ്പോൾ അത് എങ്ങനെയാണെന്ന് കാണാം. എല്ലാതും ഓരോന്ന് ചേർക്കുക. മുളക് പൊടി, മല്ലിപ്പൊടി 2 സ്പൂണ്. ഇതൊക്കെ നല്ല തിരുമ്പുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. ഒരു തുള്ളി, ഒരു മണത്തിന് ഒരു വെളിച്ചെണ്ണ ഒഴിക്കുക. കറി മസാലയൊക്കെ നമ്മൾ തേങ്ങ അതിൽ വറുത്തരയ്ക്കും. അപ്പോൾ നമുക്ക് കറി മസാല ഒക്കെ ഇട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ എടുക്കുക. ആദ്യം ഇത് വേവിക്കുക, നല്ല മുളക് പൊടിയും ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ചക്കരക്കിഴങ്ങിടാം. അത് കഴിഞ്ഞിട്ട് തേങ്ങ വറുത്തരച്ചിട്ട് അതും ഇടാം. ഇത് നല്ലതായിട്ടുണ്ട് കേട്ടോ. ഇതൊരു കുക്കറിലിട്ടിട്ട് നമുക്ക് 3/4 വേവിക്കാം. 5-6 അടി അടിക്കേണ്ടി വരും. ഇതൊക്കെ കുക്കർ മൂടി വെച്ചിട്ട് 5-6 വിസിലടിക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മൾക്ക് ഇതൊക്കെ നന്നാക്കിയിട്ട് വരാം. നമ്മൾ ചക്കര കിഴങ്ങ് നന്നാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്, കഷ്ണങ്ങളാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അടുത്തത് നമുക്ക് തേങ്ങ വറുത്തരയ്ക്കണമല്ലോ, അത് വറുത്ത് വയ്ക്കാം, ചൂടാറിയിട്ട് അരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഉള്ളിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് പകുതി വരുമ്പോൾ നമുക്ക് തേങ്ങ ഇടാം. ഇതൊന്ന് പെട്ടെന്ന് പൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ചെറുതായി മിക്സിയിൽ ക്രഷ് ചെയ്തിട്ടാണ് വറക്കണത് കേട്ടോ. 2 കറിവേപ്പില ഇടാം. കറിവേപ്പില ക്ഷാമട്ട കുറച്ചുള്ള ഇങ്ങനെ കരിയാണ്ട് വറക്കണം. ഗോൾഡ് കളർ മാതിരി ആവണ വരെ, ഗോൾഡ് കളർ ആവണ വരെ വറക്കണം. എണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഒരു തുള്ളി ഇങ്ങനെ പേരിന് ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ. ഇപ്പം ഇതിവിടെ നല്ല ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഈ ചൂടിൽ ഇങ്ങനെ ഇരിക്കട്ടെ, നോൺ സ്റ്റിക്കിൻ്റെ. അപ്പോൾ നല്ല തേങ്ങ ചുട്ട ടേസ്റ്റ് കിട്ടും. വറുത്തരച്ചതും കിട്ടും, ചുട്ടതും കിട്ടും. ഇപ്പോൾ കുറച്ച് പെരിഞ്ചീരകം ആദ്യം ഇടണ്ട കേട്ടോ, കരിഞ്ഞ് പോവും. ഈ ചൂടിന് ഇത് അയ്യാൽ മതി കേട്ടോ. പിന്നെ കുറച്ച് നമ്മൾ വീട്ടിലരച്ച കറി മസാല,
ഇതെല്ലാം മുന്നേ ഇടരുത് കേട്ടോ. മുന്നേ ഇട്ട് കഴിഞ്ഞാൽ മണം പോവും, ടേസ്റ്റ് പോവും, ആകെ കരിഞ്ഞ് നാശകോശാവും. ഈ ചൂടിന് ഇങ്ങനെ ഇരുന്നാൽ മതി കേട്ടോ. ഇത് ചൂടാറുമ്പോൾ വെള്ളം തൊടാണ്ട് അരയ്ക്കണം. ഇതാണ് പണി, മെനക്കെട് പിടിച്ച പണികളാണ്. നല്ല ടേസ്റ്റിന് കഴിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും നന്നായി കഷ്ടപ്പെട്ട് പണിതാൽ തന്നെ ആവുള്ളൂ. ഇനിയിപ്പോൾ ഇറച്ചി വെന്തോന്ന് നോക്കണം. വെന്ത് കഴിഞ്ഞാൽ ഈ ചക്കര കിഴങ്ങ് അതിലിട്ടിട്ട് വീണ്ടും വേവിക്കണം. അപ്പോൾ നമ്മുടെ ഇറച്ചിയെല്ലാം നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ചക്കര കിഴങ്ങ് അതിൽ നല്ല എരിവും എല്ലാം കറക്റ്റാണ്ട്. അപ്പോൾ നമുക്കിനി ഈ ചക്കര കിഴങ്ങ് അതിലേക്ക് ഇട്ടിട്ട് അരിഞ്ഞ് കഴുകി വെച്ചതാണ്. ഒരു വിസിലും കൂടി അടിക്കാം. അപ്പോൾ എല്ലാം സെറ്റായി കിട്ടും. ഇത് നല്ല മിക്സാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഒരേ വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതരച്ചിട്ട് അതിലിട്ടിട്ട് ഉള്ളി വെച്ചിട്ട് താളിക്കാം കേട്ടോ. ഇത്ര പണിയുള്ളൂ, പറയുമ്പോൾ പെട്ടെന്ന് കഴിയും. അപ്പോൾ നമ്മുടെ ചക്കര കിഴങ്ങും ബീഫൊക്കെ നല്ല വെന്തുണ്ട്. ഞാൻ കുക്കറിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ കാണാൻ അത് വലിയ കുക്കറാണ്, 10 ലിറ്ററിൻ്റെ. അപ്പോൾ സൗകര്യം ഉണ്ടാവില്ല. ഇതാ കാണാൻ സൗകര്യം. അപ്പം ഇനി നമ്മളിതെല്ലാം ശരിയായിട്ടുണ്ട്. നമ്മൾ വെള്ളം തൊടാണ്ട് തേങ്ങ വറുത്തരച്ച ഇത് ഇതിലേക്കിട്ടിട്ട് ഒന്ന് മിക്സാക്കണം. ഇതൊരു തള വന്നാൽ നമുക്ക് നമ്മുടെ ഉള്ളി കാച്ചാം കേട്ടോ. ഉള്ളിയും കറിവേപ്പിലും കൂടി കാച്ചാം. ഇതെല്ലാം ഇപ്പോൾ വെന്ത സാധനങ്ങളാട്ടോ. ബീഫും ചക്കര കിഴങ്ങും തേങ്ങയൊക്കെ നമ്മൾ വറുത്തരച്ചതല്ലേ, എല്ലാം വെന്തതാണ്. നല്ല മണം വരുന്നുണ്ട്. പെരിഞ്ചീരകമൊക്കെ ഇട്ട് വറുത്ത മസാലയല്ലേ. ഒരു തള വരുമ്പോൾ നമുക്ക് ഉള്ളി താളിച്ച് വയ്ക്കാം കേട്ടോ. അപ്പം ഞാൻ ഉള്ളി അരിഞ്ഞിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചക്കരക്കിഴങ്ങ് ബിരിയാണി ഇവിടെ ശരിയായിട്ടുണ്ട് കേട്ടോ. കപ്പ ബിരിയാണി മാതിരി തന്നെ അതുണ്ടാക്കുക കേട്ടോ. ചക്കരക്കിഴങ്ങ് അന്ന് മാത്രം. കപ്പ ഹെൽത്തിന് അത്ര നല്ലതല്ല, തൈറോയ്ഡുകാർക്കും ഷുഗറുകാർക്കും ഒന്നും. പക്ഷേ ചക്കരക്കിഴങ്ങ് എല്ലാവർക്കും അടിപൊളിയായിട്ട് കഴിക്കാം. അപ്പോൾ നമുക്ക് അടുത്തത് ഉള്ളി താളിക്കാം കേട്ടോ. അടുത്തത് ആദ്യമായിട്ട് ഇത്തിരി ഇടാം. ചുവന്നുള്ളി ഇടാം. എൻ്റെ കറിവേപ്പില ഇടാം. ഇപ്പം എരിവും ഉപ്പും ഒക്കെ കുറവുണ്ടെങ്കിൽ ഇപ്പം ആഡ് ചെയ്യാം കേട്ടോ. ഉള്ളിയിലിട്ടിട്ട് അങ്ങനെ ഇട്ടാൽ മതി. എന്തായാലും എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. എനിക്കൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഇങ്ങോട്ട് ഒഴിക്കാം. കുറച്ച് നേരം അങ്ങോട്ട് മൂടി വയ്ക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളുണ്ടാക്കിയ അടിപൊളി ചക്കരക്കിഴങ്ങ് ബിരിയാണി എന്ന് പറയാം. ബീഫും ചക്കരക്കിഴങ്ങെന്നും പറയാം, എന്താ വേണമെങ്കിലും പറയാം. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ടേസ്റ്റ് നോക്കി. ചൂടാ. അടിപൊളി ടേസ്റ്റാണ്. ഒരു ചെറിയൊരു മധുരമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ബീഫും പഴംപൊരിയൊക്കെ തിന്നണവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ഇറച്ചിയിൽ നല്ല എരിവിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എരിവും ഇതിലേക്ക് പിടിച്ചിട്ട് എരിവും മധുരവും ഒക്കെ ചേർന്നിട്ടൊരു ടേസ്റ്റ്. കഴിച്ചാൽ ചോറൊന്നും ഉണ്ടണ്ട കേട്ടോ, അത് മാത്രം കഴിച്ചാൽ മതി. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇതൊരു പ്ലേറ്റ് കഴിച്ചാൽ വയറിന്ന് അറിയും. പിന്നെ ചോറൊന്നും ഉണ്ടണ്ട. അത്രയും നല്ല ഹെൽത്തിയാണിത് കേട്ടോ ചക്കരക്കിഴങ്ങ്. ബീഫും നല്ലത് തന്നെയാണ്. കാർബോഹൈഡ്രേറ്റ് എടുക്കാണ്ട് ഇങ്ങനെ കഴിച്ചാൽ മതി. ഒരു കഷ്ണം ചക്കരക്കിഴങ്ങും
ഒരു കഷ്ണം അങ്ങനെ ബീഫും കൂടി ഒന്നിച്ചിട്ട് ഇങ്ങോട്ട് എടുത്ത് ഇങ്ങോട്ട് കഴിക്കുക. നല്ല അടിപൊളി ടേസ്റ്റ്. അപ്പോൾ രണ്ടും കൂടി എടുത്ത് കഴിക്കുക. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയാൻ കേട്ടോ. അത്രയും ടേസ്റ്റാണ്. കപ്പയൊന്നും നമുക്ക് ഹെൽത്തി അല്ല എന്നാണ് പറയണത്, കാർബോഹൈഡ്രേറ്റ് ആയതുകൊണ്ട്. ഇത് ഭയങ്കര ഹെൽത്തിയാണ്. ചക്കര കിഴങ്ങ് എല്ലാ ആൾക്കാർക്കും കഴിക്കാം, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ. എന്നിട്ട് എല്ലാവരും വീഡിയോ കണ്ടിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.